അഭിനയിച്ചിട്ടുണ്ടോ? ഈ തിയേറ്ററിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ? യെസ്, അഭിനയിച്ചിട്ടുണ്ട്. 2015 ശേഷമാണോ മരിച്ചത്? യെസ്. ഏതെങ്കിലും ഒരു മേഖലയിലെ ദ ഗുരു എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു? യെസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായി അദ്ദേഹം അഭിനയിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതിൽ രോഹിണി ഹെട്ടങ്കടി, രോഷൻ സേത്ത് എന്നിവർ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചു. ലൈഫ് ലൈൻ. യെസ്. യെസ്. ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തല്ല അവസാനത്ത് ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന, എല്ലാവരും കണ്ട് കരിസ്മാറ്റിക്കായ അതോറിറ്റേറിയനും ഒക്കെ ആയിരുന്ന, കലയുടെ ആധുനിക സ്വഭാവത്തിലേക്ക് ഇന്ത്യയുടെ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയെ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആണോ? യെസ്. ഗുഡ്. അന്ന് ഒരു പ്രത്യേക റോളിന് വേണ്ടി ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ പറഞ്ഞത്, ഈ ചരിത്രരേഖകളിലൊക്കെ എല്ലാ പുസ്തകങ്ങളിലും അതിലൊരു തർക്കമുണ്ടായിരുന്നില്ല ആർക്കും. അത് ഈ ലാരി കോളിൻസിൻ്റെയും ഡൊമിനിക് ലാപ്പിയറുടെയും പുസ്തകം മുതൽ അതിന് മുന്നോട്ടുള്ള എല്ലാ ഇന്ത്യ ചരിത്ര പുസ്തകങ്ങളിലും ഇദ്ദേഹം അവതരിപ്പിക്കേണ്ട കഥാപാത്രം അതിസുന്ദരനായ ഒരു കഥാപാത്രമാണ്. ചരിത്രത്തിൽ വളരെ സുന്ദരനായിരുന്നു, വളരെ എനർജറ്റിക് ആയിരുന്നു ആ ക്യാരക്ടർ. അതുകൊണ്ട് there was no other choice എന്നാണ് പറഞ്ഞത്. പിന്നീടുള്ള കാലത്ത് നമുക്ക് ഈ നമ്മുടെ ഒരു എന്താ പറയുക, റിച്ചാർഡ് ബ്രാൻസനെയൊക്കെ അറിയില്ലേ? ഈ ഇന്ത്യയിലെ റിച്ചാർഡ് ബ്രാൻസൺ എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, രോഹിണി ഹട്ടങ്കടി കസ്തൂർബ ആയി അഭിനയിച്ചുവെങ്കിൽ, രോഷൻ സെയ്ത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായി അഭിനയിച്ചുവെങ്കിൽ, ബെൻ കിങ്സ്ലി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായി അഭിനയിച്ചുവെങ്കിൽ, റിച്ചാർഡ് ആറ്റൻബറോ തൻ്റെ അത്യുജ്വലമായ ആ ചലച്ചിത്രത്തിൽ, പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ ആ ചലച്ചിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയായി അഭിനയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഗുരു, ഇന്ത്യൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഗുരു ഓഫ് ഇന്ത്യൻ അഡ്വർടൈസ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്നത്, അഡ്വർടൈസ്മെന്റ് മാൻ ഓഫ് ഇന്ത്യ, അഡ്വർടൈസ്മെന്റ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പരസ്യ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളിനെയാണ്. അയാളെ തന്നെയാണ് താങ്കൾ വിചാരിച്ചത് എന്ന് ഞാൻ കരുതുന്നു. വിചാരിച്ചത് അലിക് പദംസി ആണെങ്കിൽ ആണോ? ബ്രില്യൻറ്റ്. താങ്ക് യു. പക്ഷെ ഇവിടെ ഒരു വലിയൊരു സംഗതിയുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ചില ആളുകളുടെ പ്രധാന മേഖല ആണ് ഉത്തരം പറയേണ്ടത് എന്ന്, പല മേഖലകളിലുള്ളവരുടെ. പക്ഷെ അലിക് പദംസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കുഴപ്പമാവും. കാരണം അലിക് പദംസി അൺഡൗട്ടഡ്ലി ദ അഡ്വർടൈസ്മെന്റ് മാൻ ഓഫ് ഇന്ത്യ, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിയുമായി താല്പര്യമില്ലാത്തവർക്ക് പോലും അലിക് പദംസി അറിയാൻ കഴിഞ്ഞത് ജിന്നയായി വേഷം വിട്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹം വലിയ തിയേറ്ററിൻ്റെ പുതിയ തലങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് അലിക് പദംസി. ഈ ആധുനിക സ്വഭാവത്തിലേക്ക് തിയേറ്ററിനെ ആകട്ടെ അഡ്വർടൈസ്മെൻറ്റിനെ ആകട്ടെ കൊണ്ടുവന്ന ആൾ, വിശേഷിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ ഇന്ത്യൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയും ഇന്ത്യൻ തിയേറ്ററിനെയും കൊണ്ടുവന്ന ആളാണ് ഗുഡ്. താങ്ക് യു. അപ്പോൾ അലിക് പദംസിയെക്കുറിച്ച് വായിച്ചുള്ള അറിവാണ് അല്ലേ കൂടുതൽ? പഴയ ആഡ്സ് ഒക്കെ നൊസ്റ്റ് തരുന്ന കുറേ സാധനങ്ങളുണ്ട്, കണ്ടിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെയൊക്കെ കുട്ടികൾ, എനിക്ക് തിയേറ്റർ ഭയങ്കര ഇഷ്ടമുള്ള സ്കൂൾ കാലത്ത് സൗന്ദര്യസങ്കല്പം മനുഷ്യർക്ക് വ്യത്യസ്തമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള 3 ആളുകൾ, നോർത്ത് ഇന്ത്യയിലുള്ള 3 ആളുകളുടെ പേര് പറയുമ്പോൾ, ഒന്ന് കബീർ ബേഡി കാഴ്ചയിൽ കാണാൻ, വേറൊന്ന് അലിക് പദംസി, വേറൊന്ന് ഈ രാകേഷ് റോഷൻ, ഹൃത്തിക് റോഷൻ്റെ അച്ഛൻ രാകേഷ് റോഷൻ. ഈ 3 പേര് എനിക്ക് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. വല്ലാത്തൊരു കരിസ്മാറ്റിക് മുഖങ്ങളായിരുന്നു അത് 3 പേരുടെ, ഡിഫറെൻറ്റ് സോൺസ്. അലിക് പദംസി
അഭിനേതാവ്, ഇന്ത്യൻ തിയേറ്റർ പേഴ്സണാലിറ്റി, പരസ്യ ചലച്ചിത്ര നിർമ്മാതാവ്. 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയെ അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യൻ നാടകരംഗത്ത് വ്യാപൃതനായിരുന്ന പദംസി ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ലിൻഡാസ് ബോംബെ എന്ന പരസ്യ കമ്പനിയുടെ തലവനായിരുന്നു. അദ്ദേഹത്തെ പരസ്യകലയുടെ ഗുരുവായും അഡ്വർടൈസിംഗ് മാൻ ഓഫ് ദി സെഞ്ചുറിയായും കണക്കാക്കപ്പെട്ടിരുന്നു. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ചിരുന്ന പദംസി നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നു.